നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചിങ്ങം രാശിക്കാരുടെ 2026 ഏപ്രിൽ മാസത്തെ ഫലപ്രവചനങ്ങളാണ്. ഈ മാസത്തെ ഗ്രഹനില എങ്ങനെയുണ്ടെന്നും ഗ്രഹങ്ങൾ എവിടെയൊക്കെയാണ് നിൽക്കുന്നതെന്നും നമുക്ക് നോക്കാം. ഇത് നിങ്ങളുടെ വ്യക്തിപരമായ ജാതക വിശകലനമല്ല, മറിച്ച് ഇത് നിങ്ങളുടെ ട്രാൻസിറ്റ് അഥവാ ഗോചര ഫലമാണ്. പ്രപഞ്ചത്തിൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ അവ ഓരോ രാശിക്കാർക്കും നൽകുന്ന പൊതുവായ ഫലങ്ങളാണിവ. ഇതിനോടൊപ്പം നിങ്ങളുടെ കർമ്മവും ചേരുമ്പോഴാണ് വിധി നിശ്ചയിക്കുന്നത്. ഗ്രഹങ്ങളുടെ ഈ ട്രാൻസിറ്റ് നമുക്ക് എത്രത്തോളം അനുകൂലമാണ് അല്ലെങ്കിൽ പ്രതികൂലമാണ് എന്ന് മനസ്സിലാക്കി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഈ ഫലപ്രവചനം നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോയിൽ നിങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, പ്രണയം, വിവാഹ ജീവിതം, ഭാഗ്യം, കരിയർ, ബിസിനസ് എന്നിവയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. വീഡിയോയുടെ അവസാന ഭാഗത്ത് ഈ വർഷത്തെ വിഷുഫലങ്ങളും ദോഷപരിഹാരങ്ങളും കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളുടെ രാശാധിപനായ സൂര്യൻ 8ാം ഭാവത്തിൽ ശനിക്കും ചൊവ്വയ്ക്കുമൊപ്പം സ്ഥിതി ചെയ്യുന്നു. 7ാം ഭാവത്തിൽ രാഹുവും ബുധനും നിൽക്കുന്നു. 9ാം ഭാവത്തിൽ ശുക്രനും 11ാം ഭാവത്തിൽ വ്യാഴവും സ്ഥിതി ചെയ്യുന്നു. ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് കാണുന്നത്. ഏപ്രിൽ മാസം പകുതി വരെ, അതായത് 13ാം തീയതി വരെ ആരോഗ്യകാര്യങ്ങളിൽ നിങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തണം. ജ്യോതിഷപരമായ ഗ്രഹനിലയനുസരിച്ച് നിങ്ങളുടെ 8ാം ഭാവം അത്ര അനുകൂലമായ അവസ്ഥയിലല്ല. 8ാം ഭാവം സാധാരണയായി തടസ്സങ്ങളെയും അപ്രതീക്ഷിത ശാരീരിക ബുദ്ധിമുട്ടുകളെയും സൂചിപ്പിക്കുന്ന ഇടമാണ്. അതിനാൽ ഈ സമയത്ത് ചെറിയ അസുഖങ്ങൾ പോലും നിങ്ങളെ വേഗത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ശരീരത്തിന് ഇമ്മ്യൂണിറ്റി ഈ കാലയളവിൽ കുറയാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥാ മാറ്റങ്ങളോ മറ്റോ ഉണ്ടാകുമ്പോൾ ശരീരം പെട്ടെന്ന് പ്രതികരിക്കുകയും ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്തേക്കാം. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും വയറിലെ അണുബാധയ്ക്കും സാധ്യതയുള്ളതിനാൽ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ഹോട്ടൽ ഭക്ഷണങ്ങളും വഴിയോരത്തെ ഭക്ഷണങ്ങളും ഈ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിക്കണം. ഈ കാലയളവിൽ പ്രധാനമായും പെട്ടെന്നുള്ള പനി, കഫക്കെട്ട്, ജലദോഷം എന്നിവ വരാം. അണുബാധ മൂലം വയറുവേദനയോ ദഹനക്കേടോ ഉണ്ടാകാം. വിട്ടുമാറാത്ത തലവേദനയോ അല്ലെങ്കിൽ കണ്ണുകളിൽ എരിച്ചിലോ അനുഭവപ്പെട്ടേക്കാം. ഏപ്രിൽ 14ാം തീയതിയോടെ സൂര്യൻ തന്റെ സ്ഥാനം മാറി 9ാം ഭാവത്തിലേക്ക് പ്രവേശിക്കും. ജ്യോതിഷപ്രകാരം 9ാം ഭാവം ഭാഗ്യത്തെയും ഉന്നമനത്തെയും സൂചിപ്പിക്കുന്നു. ഈ മാറ്റത്തോടെ നിങ്ങളുടെ മോശം ആരോഗ്യസ്ഥിതിക്ക് വലിയ മാറ്റമുണ്ടാകും. നിലവിലുള്ള അസുഖങ്ങൾ ഭേദമാവുകയും നിങ്ങൾക്ക് ശാരീരികമായും മാനസികമായും കൂടുതൽ ഉന്മേഷവും ഊർജവും തിരികെ ലഭിക്കുകയും ചെയ്യും. പഠനത്തിന്റെ കാര്യത്തിൽ ചിങ്ങം രാശിക്കാർക്ക് ഏപ്രിൽ മാസം വളരെ മികച്ച സമയമാണ്. ജ്യോതിഷത്തിൽ അറിവിന്റെയും ബുദ്ധിയുടെയും ഭാഗ്യത്തിന്റെയും ഗ്രഹമായാണ് വ്യാഴത്തെ കണക്കാക്കുന്നത്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഇപ്പോൾ വളരെ അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇത് നിങ്ങളുടെ പഠനത്തിലുള്ള ഏകാഗ്രത വർദ്ധിപ്പിക്കാനും പുതിയ കാര്യങ്ങൾ വേഗത്തിൽ പഠിച്ചെടുക്കാനും സഹായിക്കും. ബുദ്ധിയുടെയും വിദ്യയുടെയും സ്ഥാനമായ നിങ്ങളുടെ ജാതകത്തിലെ 5ാം ഭാവത്തെ വ്യാഴം ഇപ്പോൾ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉപരിപഠനത്തിന് ഏത് വിഷയം തിരഞ്ഞെടുക്കണം, ഏത് കോളേജിൽ ചേരണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയായ ദിശയിലായിരിക്കും. സ്വന്തം കഴിവിലുള്ള ആത്മവിശ്വാസം ഈ സമയത്ത് വർദ്ധിക്കും. പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നവർക്ക് പൊതുവെ നല്ല വാർത്തകൾ പ്രതീക്ഷിക്കാം. എങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ പ്രതീക്ഷിച്ച അത്രയും ഉയർന്ന മാർക്ക് ചിലപ്പോൾ ലഭിച്ചെന്ന് വരില്ല. പക്ഷെ അതിൽ വിഷമിക്കേണ്ടതില്ല. ആ ഫലം നിങ്ങളുടെ ഭാവി പഠനത്തിന് തടസ്സമാകില്ല. വിദേശ രാജ്യങ്ങളിൽ പോയി ഉന്നത വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങാം. എന്നാൽ ഇതിന് ഏറ്റവും അനുയോജ്യമായ സമയം വരുന്നത് ജൂൺ 2-ന് ശേഷമാണ്. ആ സമയത്ത് വിദേശ പഠനത്തിനുള്ള തടസ്സങ്ങൾ മാറുകയും കാര്യങ്ങൾ വേഗത്തിൽ നടക്കുകയും ചെയ്യും. ചിങ്ങരാശിക്കാർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 4-5 മാസങ്ങളായി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണകളോ ഉണ്ടായിട്ടുണ്ടാകാം. നിസ്സാരമായ കാര്യങ്ങൾ പോലും വലിയ തർക്കങ്ങളിലേക്ക് മാറിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ദാമ്പത്യത്തെ ബാധിക്കുന്ന 2 പ്രധാന കാര്യങ്ങളാണ് രാഹുവിന്റെയും ശനിയുടെയും സ്ഥാനം. ജാതകത്തിലെ 7ാം ഭാവം പങ്കാളിയെയും ദാമ്പത്യത്തെയും സൂചിപ്പിക്കുന്നു.
അവിടെ രാഹു നിൽക്കുന്നത് പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിൽ അനാവശ്യമായ സംശയങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും കാരണമായേക്കാം. 8ാം ഭാവത്തിലെ ശനി ചില തടസ്സങ്ങളെയും പെട്ടെന്നുള്ള മാറ്റങ്ങളെയും സൂചിപ്പിക്കുന്നു. ഇത് കുടുംബജീവിതത്തിലെ സമാധാനത്തെ നേരിയ രീതിയിൽ ബാധിച്ചേക്കാം. ഈ മാസത്തിൽ നിങ്ങളുടെ പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ നൽകേണ്ടതുണ്ട്. കൈകാലുകളിലോ സന്ധികളിലോ വേദന അനുഭവപ്പെടാം. ചർമ്മത്തിലോ ശ്വസന സംബന്ധമായോ ഉള്ള അലർജികൾ വരാം. ദഹനക്കേടോ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ഈ കാലയളവിൽ ദാമ്പത്യം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഏറ്റവും വലിയ മാർഗം വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക എന്നതാണ്. ദേഷ്യം വരുമ്പോൾ പറയുന്ന വാക്കുകൾ ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയേക്കാം. അതിനാൽ പങ്കാളിയോട് സംസാരിക്കുമ്പോൾ ശാന്തത പാലിക്കാനും പ്രകോപനപരമായ സംസാരങ്ങൾ ഒഴിവാക്കാനും ശ്രദ്ധിക്കണം. വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുന്നത് ഈ മാസം ഏറെ ഗുണം ചെയ്യും. ഈ മാസം നിങ്ങളുടെ സാമ്പത്തികവും തൊഴിൽപരവുമായ കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന സമയമാണ്. ഏപ്രിൽ മാസത്തിൽ ഭാഗ്യത്തിന്റെ കടാക്ഷം നിങ്ങൾക്ക് കുറവായിരിക്കും. നിങ്ങളുടെ ഭാഗ്യാധിപനായ ചൊവ്വ ഇപ്പോൾ 8ാം ഭാവത്തിൽ ശനിയോടൊപ്പം നിൽക്കുകയാണ്. ജ്യോതിഷപ്രകാരം ഇതൽപ്പം കടുപ്പമേറിയ സമയമാണ്. അതുകൊണ്ട് പുതിയ ബിസിനസ് തുടങ്ങാനോ വലിയ തുകകൾ ഷെയർ മാർക്കറ്റിലോ മറ്റോ നിക്ഷേപിക്കുവാനോ ഉള്ള റിസ്ക് ഈ മാസം എടുക്കരുത്. ഭൂമി വാങ്ങാനോ വീട് പണിയാനോ ഉള്ള കരാറുകളിൽ ഏർപ്പെടുമ്പോൾ രേഖകൾ കൃത്യമായി പരിശോധിക്കുക. വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധ വേണം. ഭാഗ്യം നിങ്ങൾക്ക് പൂർണ്ണമായും അനുകൂലമാകുന്നത് മെയ് 11 ശേഷമായിരിക്കും. അതുവരെ പ്രധാന കാര്യങ്ങൾ നീട്ടിവെക്കുന്നത് ഉചിതമായിരിക്കും. ഈ മാസത്തെ ഏറ്റവും സന്തോഷകരമായ വാർത്ത നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടതാണ്. ഏപ്രിൽ 19 ശുക്രൻ നിങ്ങളുടെ 10ാം ഭാവത്തിലേക്ക് പ്രവേശിക്കും. ഇത് മാളവ്യ രാജയോഗമെന്ന അതിശക്തമായ ഒരു രാജയോഗമുണ്ടാക്കും. കരിയറിൽ നിങ്ങൾ ഇതുവരെ ആഗ്രഹിച്ച വലിയ ഉയർച്ചകൾക്ക് ഈ സമയം തുടക്കമാകും. ജോലിയിൽ ശമ്പള വർധനവ്, പ്രമോഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥലത്തേക്ക് മാറ്റം എന്നിവ ലഭിക്കാൻ സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ലഭിക്കും. നിങ്ങളൊരു പുതിയ ജോലിക്കായി ശ്രമിക്കുകയാണെങ്കിൽ ഏപ്രിൽ 15 ശേഷം വളരെ നല്ല അവസരങ്ങൾ നേടിവരും. ഇന്റർവ്യൂകളിൽ വിജയിക്കാൻ കൂടുതൽ സാധ്യതയുള്ള സമയമാണിത്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം ഒരു ആവറേജ് അഥവാ ശരാശരി ഫലമായിരിക്കും ലഭിക്കുക. നിങ്ങൾ ഓൺലൈൻ ബിസിനസ്, മെഡിക്കൽ ഷോപ്പ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നീ മേഖലകളിലുള്ളവരാണെങ്കിൽ ഈ മാസം നല്ല ലാഭം പ്രതീക്ഷിക്കാം. ചിങ്ങക്കൂറുകാർക്ക് ഈ വർഷത്തെ വിഷുഫലം വരാനിരിക്കുന്ന ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുമെന്ന് നോക്കാം. ഈ വർഷം നിങ്ങൾക്ക് പൊതുവെ ഗുണകരമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. എങ്കിലും ചില കാര്യങ്ങളിൽ അതീവ ജാഗ്രത ആവശ്യമാണ്. നിങ്ങളൊരു ജോലി അന്വേഷിക്കുകയാണെങ്കിൽ ഈ വർഷം അത് ലഭിക്കാൻ വലിയ സാധ്യതയുണ്ട്. സ്വന്തമായി ഒരു കച്ചവടം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ മാറി നല്ല വഴികൾ തെളിയും. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ വലിയ പുരോഗതിയുണ്ടാകും. ബിസിനസ്സിൽ പല പുതിയ ഇടപാടുകളും വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. വിദേശത്ത് പോകാനോ അവിടെ ജോലി നേടാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും. പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം. വലിയ തുകകൾ കൈകാര്യം ചെയ്യുമ്പോൾ ചതി പറ്റാതെ നോക്കണം. ജൂൺ മാസത്തിന് ശേഷം സാമ്പത്തിക വരവിൽ നേരിയ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. സർക്കാർ തലത്തിൽ നിന്ന് ലഭിക്കേണ്ട സഹായങ്ങൾക്കോ ആനുകൂല്യങ്ങൾക്കോ ചിലപ്പോൾ കാലതാമസം നേരിട്ടേക്കാം. മറ്റൊരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നതോ പണമിടപാടുകളിൽ മധ്യസ്ഥത വഹിക്കുന്നതോ ഈ വർഷം ഒഴിവാക്കണം. ഇത് നിങ്ങളെ കടബാധ്യതകളിലേക്ക് വലിച്ചിഴച്ചേക്കാം. കുടുംബത്തിൽ വിവാഹം പോലുള്ള ശുഭകാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. പഴയകാല സുഹൃത്തുക്കളെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്നത് നിങ്ങൾക്ക് വലിയ സന്തോഷം നൽകും. രാഷ്ട്രീയക്കാർ, കലാകാരന്മാർ, സാമൂഹിക പ്രവർത്തകർ എന്നിവർ ഈ വർഷം വളരെ ശ്രദ്ധിക്കണം. അനാവശ്യമായ പേരുദോഷങ്ങൾ ഉണ്ടാകാതെ സംസാരത്തിലും പ്രവൃത്തിയിലും വിവേകം കാണിക്കണം. കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെയും കൃത്യമായ പ്ലാനിങ്ങോടെയും മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് സാധിക്കും. പൊതുവെ നിങ്ങൾ ഊർജ്ജസ്വലരായി കാണപ്പെടുമെങ്കിലും ജീവിതശൈലി രോഗങ്ങളുള്ളവർ ഈ വർഷം പ്രത്യേകം ശ്രദ്ധിക്കണം. ഭക്ഷണക്രമത്തിലും വ്യായാമത്തിലും വിട്ടുവീഴ്ച ചെയ്യരുത്. കൃഷി ചെയ്യുന്നവർക്ക് ഈ വർഷം വലിയ അഭിവൃദ്ധി ഉണ്ടാകും. അതുപോലെ ഊഹക്കച്ചവടം നടത്തുന്നവർക്കും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഈ വർഷത്തെ തടസ്സങ്ങൾ മാറാനും ഐശ്വര്യം ലഭിക്കാനും
വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന നടത്തുക. ശാസ്താവിന് എള്ളുപായസം വഴിപാടായി നൽകുക. ശിവന് ജലധാരയും പിൻവിളക്കും വഴിപാടായി നൽകുക. ദേവീക്ഷേത്രത്തിൽ കടുംപായസം നിവേദിക്കുക. ചിങ്ങൻ രാശിക്കാർക്കായുള്ള ഏപ്രിൽ മാസത്തെ ഫലപ്രവചനങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.